ഇത് നിനക്ക് തരണം എന്നായിരിക്കും ഓം നമ ശിവായ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് സോ. ഞാൻ ഇന്ന് ദുബായിലേക്ക് പോകുന്നു. ബാക്ക്ഗ്രൗണ്ടെല്ലാം കച്ചറായിരിക്കും, കാരണം ഞാൻ തയ്യാറാവുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്, ബാക്കിലെല്ലാം ഉണ്ട്. ഫ്ലൈറ്റ് നാളെയാണ് വരുന്നത്, അതായത് നാളെ രാവിലെ 8 മണിക്ക്. ഇപ്പോൾ ഇവിടെ രാത്രി 11 മണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കാറ് വരും, നമ്മളെല്ലാവരും കൂടെ കോഴിക്കോടേക്ക് പോകും. കോഴിക്കോട് നിന്ന് ദുബായിലേക്കാണ് ഫ്ലൈറ്റ്. എന്തായാലും എല്ലാ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ കൂടെ പറ്റുന്ന പോലെ എല്ലാ വീഡിയോയും ഞാൻ കവറാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത് ആദ്യമായിട്ട് എടുക്കുന്ന വ്ലോഗ് ആയതുകൊണ്ട് കുറേ പ്രശ്നങ്ങളും ഉണ്ടാകും. സോ യാ അല്ലേ. അപ്പം ഞാൻ ദുബായിൽ പോകുന്നതിന് അമ്മമ്മക്ക് എന്താ പറയാനില്ലേ? ഭക്ഷണം ശരിക്കും കഴിക്കണം, വേണ്ട വേണ്ടെന്നും പറയണ്ട. അങ്ങനെ എൻ്റെ അമ്മമ്മ, കിങ്ങിണി, എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, എൻ്റെ വീട്, നാട്, പച്ചപ്പും ഭംഗിയും അങ്ങനെ എന്നെ ഞാനാക്കി മാറ്റിയ, അല്ലെങ്കിൽ എനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിനോടും താൽക്കാലികമായ ഒരു ബ്രേക്ക് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്ന എൻ്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും ദുബായിൽ പോകുന്നതും അവിടെ ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആലോചിച്ച് ഐ വാസ് ത്രിൽഡ്. പക്ഷെ എന്താണെന്നറിയില്ല, ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞതും തൊട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല ഇമോഷൻസ് ആയിരുന്നു. മിക്സഡ് ഇമോഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ദുബായ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പുതിയൊരു സിറ്റി ഒന്നല്ല, കാരണം എൻ്റെ അച്ഛൻ ദുബായിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ദുബായിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ദുബായ് ജേർണി ഇറ്റ് ഫെൽറ്റ് സോ ഡിഫറെൻറ്റ്. +2 വരെ ഞാൻ ഭയങ്കര ഹോം സിക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഈവൻ ദുബായിലേക്ക് വെക്കേഷന് വന്നാൽ പോലും എനിക്ക് പെട്ടെന്ന് എൻ്റെ നാട്ടിലെത്തണം, അമ്മമ്മേൻ്റെ അടുത്തേക്ക് എത്തണം, അങ്ങനെയൊക്കെയുള്ളൊരു ഒരാളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് ഫുൾ മാംഗ്ലൂർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചുകൊണ്ട് പിന്നെ എൻ്റെ ആ ഹോം സിക്നെസ് കുറച്ചങ്ങ് കുറഞ്ഞു. പക്ഷേ എൻ്റെ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ ലോങ് 4 ഇയേഴ്സ് ഇപ്പം നാട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീട് വിട്ട് വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. ബട്ട് ഐ നോ ഇഫ് എനിക്ക് എൻ്റെ ഡ്രീംസ് ചേസ് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോൺ. സംടൈംസ് വൺ റൈറ്റ് സ്റ്റെപ്പ് ക്യാൻ ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ് എന്നല്ലേ. അങ്ങനെ മനസ്സിൽ ഓടി നടന്ന് കളിച്ചിരുന്ന എല്ലാ ചിന്തകളെയും പറക്കി ഒരു കൊട്ടയിലാക്കി എൻ്റെ മനസ്സിൻ്റെ തന്നെ ഒരു മൂലയ്ക്ക് ഞാൻ അങ്ങ് അടച്ചു വെച്ച്, ഗൈസ് ഫൈനലി വി ആർ ഗോയിങ് ടു ദുബായ്. ദാസൻ്റെയും വിജയൻ്റെയും ദുബായ് അല്ല കേട്ടാ, ശരിക്കുള്ള ദുബായ്. എൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈ ദുബായ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് എന്തായാലും 2 വാക്ക് സംസാരിക്കണം. കാരണം എന്താ വെച്ചാൽ രാവിലെ 8 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. ഇന്നലെ രാത്രി 11 മണിക്ക് ഇറങ്ങിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല, വെറും പാലും വെള്ളം മാത്രമായിരുന്നു എൻ്റെ വയറ്റിലുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റെല്ലാം കയറുമ്പോഴത്തേക്കന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിനി. പക്ഷേ എയർപോർട്ടിൽ നിന്നും ഒന്നും കഴിച്ചിട്ടില്ല, ഫ്ലൈറ്റിൽ നിന്നും ഒന്നും കിട്ടൂല എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ട് സഹിച്ചങ്ങ് ഇരിക്കുമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നു. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി, കാരണം ഇനി എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്ത വന്നു എനിക്ക്. ഞാൻ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇവരിത് എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് കോംപ്ലിമെൻ്ററി ആണെന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടപ്പോൾ ഒന്ന് ഷോക്കായി. ആൻഡ് എന്നെ ഞെട്ടിച്ച് വേറൊരു കാര്യം എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നില്ല, ഇവർ ലഞ്ചും പ്രൊവൈഡ് ചെയ്തായിരുന്നു. ഞാൻ കുറേ വ്ളോഗ്സിലെല്ലാം കണ്ടിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഫുഡൊന്നും വലിയ ടേസ്റ്റ് ഇല്ലാന്ന്. ബട്ട് സർപ്രൈസിംഗ്ലി ഫ്ലൈ ദുബായ് പ്രൊവൈഡ് ചെയ്ത എല്ലാ ഫുഡും കിഡിലും ടേസ്റ്റ് ആയിരുന്നു. ഇനി എനിക്ക് വിശന്നുകൊണ്ട് തോന്നിയതാണോന്ന് അറിയില്ല, ഞാനെല്ലാം. അതുകൊണ്ട് ദുബായിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫ്ലൈ ദുബായ് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യുക. അങ്ങനെ ഫുഡും ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ദുബായിലെത്തി. ദുബായിൽ കാലുകുത്തിയപ്പോൾ തന്നെ അക്കിടി പറ്റിയ വ്യക്തി ഞാൻ മാത്രമായിരിക്കും. അത് ഞാൻ വരുന്ന വ്ളോഗ്സിൽ പറയട്ടാ. ദുബായ് എനിക്ക് വേണ്ടി എന്താ കരുതി വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്നറിയാം, ഐ എം റെഡി ടു ഗിവ് മൈ ഡ്രീംസ് എ ചാൻസ് ആൻഡ് ഐ റിയലി ഹോപ്പ് ദുബായ് ഹീൽസ് ദ വൂണ്ട്സ് ഇറ്റ് നെവർ കോസ്റ്റ്. സോ ഗൈസ്, ഇനിയും ഇതുപോലെ കുറേ ദുബായ് വ്ളോഗ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസ് ആദ്യമേ കാണുന്നവരാണെങ്കിൽ ചാനൽ എടുത്ത് നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.